ഈ ഹ്രസ്വരംഗം എലിയറ്റിന്റെ 1911 മാരി ലാരിഷുമായുള്ള മീറ്റിംഗിൽ നിന്നും സംഭാഷണത്തിൽ നിന്നുമാണെന്ന് തോന്നുന്നു. പഴയ സാമൂഹിക ക്രമം നഷ്ടപ്പെട്ടതിന്റെ സന്ദർഭവും കവിതയുടെ പ്രധാന പ്രമേയവും കണക്കിലെടുക്കുമ്പോൾ ബവേറിയൻ പ്രഭുക്കന്മാരുടെ ഈ പരാമർശത്തെ ഈ വർഗത്തിന്റെ തകർച്ചയുടെ പ്രതീകമായി വ്യാഖ്യാനിക്കണം. സ്റ്റാൻബാർഗർസെ STARNBERGERSEE colonnade COLONNADE colonnade. In classical architecture, a colonnade is a long sequence of columns joined by their entablature, often freestanding or part of a building. Paired or multiple pairs of columns are normally employed in a colonnade, which can be straight or curved. The space enclosed may be covered or open. ഉദാഹരണങ്ങൾ നോക്കുക. Hofgarten, Munich. The Hofgarten, court garden, is a garden in the center of Munich, Germany, located between residence and the Englischer Garten. The garden was built in 1613-1617 by Maximilian I or Maximilian I, Elector of Bavaria, in the style of Italian Renaissance garden. പ്രഭുക്കന്മാരുടെ ജീവിത പശ്ചാത്തലങ്ങളെക്കുറിച്ച് വിവരിക്കാൻ ഈ പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു വലിയ തടാകമാണ് സ്റ്റാൻബാർഗർസെ. ഇത് തൂണുകളുടെ കമനീയമായ തൂണുകളുടെ നിരയെയാണ് സൂചിപ്പിക്കുന്നത്. തടാകമാണ്. പ്രഭുക്കന്മാരുടെ ഉല്ലാസത്തിനും അവരുടെ പ്രൗഢി വെളിപ്പെടുത്തുന്നതുമായ ഒരു പശ്ചാത്തലമാണ് ഇവിടെ. 8-11 വരികളുടെ വിശകലനമാണ്. വൺ ഓഫ് ദ ലോങ്സ്റ്റ് ലൈൻസ് ഇൻ ദ ഹോൾ പോയം. ഈ കവിതയിലെ ഏറ്റവും നീളം കൂടിയ വരികളിൽ ഒന്നാണ് ലൈൻ 8. 14 സിലബിൾസ്, 14 സിലബിൾസ് ഉൾപ്പെടുന്നതാണ് ഈ വരി. ട്രൊക്കായിക് എന്ന രീതിയിലാണ് ഇതിൻ്റെ പദക്രമീകരണം നടത്തിയിരിക്കുന്നത്. ട്രൊക്കായിക് എന്താണ് എന്നുള്ളത് വിശദമായി പിന്നീട് പഠിക്കാവുന്നതാണ്. ദെൻ ഫെയ്ഡിങ് അവേ ഇൻ ടു ദ സ്റ്റാൻബാർഗർസെ. സ്റ്റാൻബാർഗർസയിലേക്ക് മാഞ്ഞു പോകുന്ന ഒരു നീളമുള്ള വരിയാണ് 8ാമത്തെ വരി. 9ാമത്തെ വരിയിലാണ് 9ാമത്തെ വരി അല്ലെങ്കിൽ 8ാമത്തെ വരിക്ക് ശേഷമാണ് ഈ മൂർത്തമായ ബിംബങ്ങൾ കവിതയിൽ പ്രത്യക്ഷപ്പെടുന്നത്. സ്റ്റാൻബാർഗർസെ, എ ലാർജ് ലേക്ക് ടു ദ സൗത്ത് ഓഫ് ദ സിറ്റി ഓഫ് മ്യൂണിക് ഇൻ ബവാരിയ, ജർമ്മനി. അതിൻ്റെ സ്ഥാനമാണ് ഇവിടെ പറയുന്നത്. ദ ഫസ്റ്റ് സോളിഡ് ഫാക്ട്, കൃത്യമായ ഒരു വസ്തുത ആദ്യമായി നൽകുകയാണ് കവി. ദ ഫസ്റ്റ് സോളിഡ് ഫാക്ട് ഈസ് ഗിവൺ ടു ദ റീഡർ ടു പ്ലേ വിത്ത്. നമുക്ക് ചിന്തിക്കാൻ, നമുക്ക് പിടിച്ചു നിൽക്കാൻ കൃത്യമായ ഒരു വസ്തുതയാണ് ഇവിടെ കവി അവതരിപ്പിക്കുന്നത്. ദ സ്റ്റാൻബാർഗർസെ പ്ലോങ്സ് അസ്, പ്ലേസസ് അസ്, നമ്മളെ നിർത്തുന്നു ഒരു പ്രത്യേക സ്ഥലത്ത്. ഫേംലി ഇൻ ടു ജർമ്മനി, കവിതയുടെ തുടക്കം ജർമ്മനിയിലാണ്. ദ ഗ്രൂപ്പ് ടുഗദർ അഗെയിൻ, ആ സംഘം വീണ്ടും അവിടേക്ക് എത്തുന്നു. അസ്, ഞങ്ങൾ, ഒന്നിൽ കൂടുതലുള്ളവരെയാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. ഡ്രിങ്കിങ് കോഫി കുടിക്കുകയാണ്. എവിടെയാണ്? ഇൻ ദ ഹോഫ്ഗാർട്ടൻ. അത് നേരത്തെ കാണിച്ച ഇവിടെയാണ് ഹോഫ്ഗാർട്ടൻ. ഇവിടെ ഇരുന്നാണ് കാപ്പി കുടിക്കുന്നത്. നിയർ ദ സ്റ്റാൻബാർഗർസെ എന്ന് പറയുന്ന ഇവിടെയാണ് അവരുണ്ടായിരുന്നത്. അവിടെ നിന്ന് മഴ വന്നപ്പോൾ ഇവിടേക്ക് വരികയും പിന്നീട് ഇവിടെ ഇരുന്ന് കാപ്പി കുടിക്കുകയും ചെയ്യുകയാണ് ഈ ദൃശ്യത്തിലുള്ളത്. ടു എസ്കേപ്പ് ദ റെയിൻ. ദ ലിറ്റിൽ സീൻ, ഈ ഹ്രസ്വരംഗം, അപ്പിയേഴ്സ് ടു ബി ഫ്രം എലിയറ്റ്സ് മീറ്റിംഗ് ആൻഡ് ചാറ്റ് വിത്ത് മേരി ലാരിഷ്. നമുക്ക് മേരി ലാരിഷ് എന്ന ഈ ആളെ, ഈ നരേറ്ററെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് മേരി ലാരിഷ് എന്ന പേര് ഇവിടെ വളരെയധികം സൂക്ഷിച്ചു വെക്കേണ്ട ഒന്നാണ്. മേരി ലാരിഷ് ഇൻ 1911. Are we to take this mention, ഈ സൂചന of Bavarian aristocracy, ബവേറിയൻ പ്രഭുക്കളെ കുറിച്ചുള്ള ഈ പരാമർശം
ആസ് എ സിംബൽ, ഒരു പ്രതീകമായി ഓഫ് ദ ഡിക്ലൈൻ ഓഫ് ദിസ് ക്ലാസ് ഓഫ് പീപ്പിൾ. ഇത്തരം ആളുകളുടെ പതനം, വീഴ്ച എന്നിവയുടെ ഒരു പ്രതീകമായിട്ടാണോ നാം കാണേണ്ടത്? ഗിവൺ ദ കോണ്ടെക്സ്റ്റ് ആൻഡ് ദ പോയംസ് മെയിൻ തീം ഓഫ് ലോസ് ഓഫ് ദി ഓൾഡ് ഓർഡർ, പഴയ ലോകക്രമത്തിൻ്റെ തകർച്ച, നഷ്ടം എന്നിവയാണ് ഈ കവിതയുടെ തീം എന്നിരിക്കെ ഇതെല്ലാം അതിൻ്റെ സൂചകങ്ങളായി വേണമോ പരിഗണിക്കേണ്ടത്? തുടക്കത്തിലേക്ക് പോകാം. ലൈൻസ് 8-11 ഇതാണ് ഒറിജിനൽ വരികൾ. ഈ വരികളിലെ ബിംബങ്ങൾ അല്ലെങ്കിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. സമ സർപ്രൈസ്ഡ് അസ്. ഓർക്കുക, നമ്മുടെ ആദ്യ വരികളിൽ ഏപ്രിൽ ഇസ് ദ ക്രൂവലസ്റ്റ് മന്ത് എന്ന് പറയുന്ന ഭാഗം ഓർക്കുന്നത് നല്ലതാണ്. കമ്മിങ് ഓവർ ദ സ്റ്റാൻബാർഗർ സേ, ഇത് നാം നേരത്തെ കണ്ട ഈ തടാകത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. വീണ്ടും നമുക്ക് മഴ വരുന്നുണ്ട്. മഴയെ വിത്ത് എ ഷവർ ഓഫ് റെയിൻ. ഈ മഴ വരുന്ന സമയത്ത് വി സ്റ്റോപ്ഡ് ഇൻ ദ കോളനൈഡ്. കോളനൈഡ് എന്താണെന്ന് ഓർക്കുന്നുണ്ടാകും. ആൻഡ് വെന്റ് ഓൺ ഇൻ സൺലൈറ്റ്, മഴ മാറിയതിനു ശേഷം ഇൻ ടു ദ ഹോഫ്ഗാർട്ടൻ. കോളനൈഡിൽ അവർ അഭയം പ്രാപിക്കുന്നു. അതിനുശേഷം പ്രകാശമുള്ള സമയത്ത് അല്ലെങ്കിൽ തെളിഞ്ഞ പ്രഭാതത്തിൽ, തെളിഞ്ഞ പകലുള്ള സമയത്ത് ഇൻ ടു ദ ഹോഫ്ഗാർട്ടനിലേക്ക് പോകുന്നു. അവിടെ ഇരുന്ന് കാപ്പി കുടിക്കുന്നു. ആൻഡ് ഡ്രാങ്ക് കോഫി ആൻഡ് ടോക്ഡ് ഫോർ എൻ അവർ. 1 മണിക്കൂർ നേരം അവർ സംസാരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അസ് എന്ന ഈ ഭാഗമാണ്. സംഘം ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഈ സംഭാഷണം, ഈ അസ് എന്ന് പറയുന്നത് മേരിയെ കുറിച്ചാണ്. മേരി ലാരിഷുമായുള്ള മീറ്റിങ്ങിൽ നിന്നും സംഭാഷണത്തിൽ നിന്നുമാണെന്ന് തോന്നുന്നു. ഇതെല്ലാം നമുക്ക് അനുമാനിക്കാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ പഴയ സാമൂഹിക ക്രമം നഷ്ടപ്പെട്ടതിൻ്റെ സന്ദർഭവും കവിതയുടെ പ്രധാന പ്രമേയവും കണക്കിലെടുക്കുമ്പോൾ ഈ ബവേറിയൻ പ്രമുഖന്മാരുടെ കുറിച്ചുള്ള ഈ പരാമർശം ഇവരുടെ തകർച്ചയുടെ പ്രതീകമായി വ്യാഖ്യാനിക്കണോ എന്നതാണ് ചോദ്യം. ഇതെല്ലാം ഓർത്തു വയ്ക്കേണ്ടതാണ്. സ്റ്റാൻബാർഗർ സേ എന്താണെന്നും കോളനൈഡ് എന്താണെന്നും ഹോഫ്ഗാർട്ടൻ എന്താണെന്നും. നമുക്കിവിടെ ഇനി പഠിക്കാനുള്ളത് ട്രോക്കായിക് എന്ന രീതിയിൽ എങ്ങനെയാണ്, ട്രോക്കായിക് രീതിയിലുള്ള കവിതാ നിർമ്മിതി അല്ലെങ്കിൽ കവിത എഴുത്ത് എങ്ങനെയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ തുടക്കത്തിലേക്ക് പോയി നമുക്ക് ആദ്യത്തെ വരികൾ മുതൽ ഒന്നുകൂടി നോക്കാം. April is the cruelest month, breeding lilacs out of the dead land, mixing memory and desire, stirring dull roots with the spring rain. ഈ റെയിൻ തന്നെയാണ് അവിടെ വീണ്ടും പരാമർശിക്കുന്നത്. വിന്റർ കെപ്റ്റ് us warm. മഞ്ഞുകാലം നമ്മളെ ഊഷ്മളമായി നിലനിർത്തുന്നു. ഊഷ്മളത വരുന്നത് മഞ്ഞിൽ നിന്നല്ല, മറിച്ച് ഫൊർഗറ്റ്ഫുൾ സ്നോ, മറവിയിലേക്ക് തള്ളിവിടുന്ന മഞ്ഞാണ്. എന്തിനാണ് മറവിയിലേക്ക് മഞ്ഞ് തള്ളിവിടുന്നത്? ഭൂമി മുഴുവൻ മൃതശരീരങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ മൃതശരീരങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഫീഡിങ് എ ലിറ്റിൽ ലൈഫ്. അവിടെ വീണ്ടും ജനനം ഉണ്ടാവുകയാണ്, പുനരുജ്ജീവനം സംഭവിക്കുകയാണ്. ഡ്രൈഡ് ട്യൂബേഴ്സ്, ഉണങ്ങി വരണ്ട കിഴങ്ങുകൾക്ക്. അവിടെയാണ് ലൈലാക്സ് ബ്രീഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നാം ഇന്നലെ പരിശോധിച്ചതാണ്. ഫിലോമിലയാണ് പിന്നീട് വരുന്ന നരേറ്റർ. ഇവിടെ സിഷൂറ അല്ലെങ്കിൽ എൻജാമ്മെന്റിനെ കുറിച്ച് പരാമർശമുണ്ട്. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. Winter kept us warm, covering earth in forgetful snow, feeding a little life with dried dews. ഈ വരികൾക്ക് ശേഷം, ആദ്യത്തെ 4 വരിക്കും ഈ 3 വരിക്കും 7 വരികൾക്ക് ശേഷമാണ് നാം 8ാമത്തെ വരിയായ ഇവിടെ എത്തുന്നത്. സമ്മർ സർപ്രൈസ്ഡ് us. ഈ സമ്മറിൽ ഒരു മഴയുണ്ടാകും. കോളനൈഡിൽ നാം അഭയം തേടും. ഹോഫ്ഗാർട്ടനിൽ കാപ്പി കുടിക്കും. ഇത്തരമാണ് ആദ്യ 11 വരികളിൽ പരാമർശിക്കപ്പെടുന്നത്.